ഈശോ, മറിയം, യൗസേപ്പ് ഈ മൂന്ന് പേരുകളും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും മൂന്ന് സുഗന്ധങ്ങൾ പോലെയാണ്. നസ്രത്തിലെ തിരുക്കുടുംബം ദൈവികതയുടെയും മാനവികതയുടെയും ഒരു അപൂർവമായ സംഗമ സ്ഥലമായിരുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കുടുംബം സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂടാരം, ഒന്നൊന്നിനെ പൂർത്തീകരിക്കുന്ന സ്വരങ്ങൾ ഒന്നുചേർന്ന സംഗീതം. കുടുംബം എന്ന വാക്കിനോളം ഊഷ്മളതയും സുരക്ഷിതത്വവും നൽകുന്ന മറ്റൊരു വാക്കും ഈ ലോകഭാഷയിലില്ല. എല്ലാ കുടുംബങ്ങൾക്കും മീതെയാണ് ദൈവിക സ്നേഹവും കരുണയും നിറഞ്ഞു നിൽക്കുന്ന നസ്രത്തിലെ തിരുക്കുടുംബം. തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആചരിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കേവർക്കും ഈ പുണ്യദിനത്തിന്റെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഈശോ, മറിയം, യൗസേപ്പ് ഈ മൂന്ന് പേരുകളും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും മൂന്ന് സുഗന്ധങ്ങൾ പോലെയാണ്. നസ്രത്തിലെ തിരുക്കുടുംബം ദൈവികതയുടെയും മാനവികതയുടെയും ഒരു അപൂർവമായ സംഗമ സ്ഥലമായിരുന്നു. യേശുവിന്റെ ജനനം മുതൽ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അവനെ തണലൊരുക്കിയതും കാത്തു സൂക്ഷിച്ചതും തിരുക്കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹമായിരുന്നു. യേശുവിന്റെ ജനന സമയത്ത് മാലാഖമാരും രാജാക്കന്മാരും ആട്ടിടയന്മാരും എത്തിയ ആ തണുത്ത രാത്രിയിൽ ഉണ്ണീശോയെയും മാതാവും ജോസഫും ചേർത്ത് പിടിച്ച് സൂക്ഷിച്ചതും ഈ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിലും കുടുംബം പകരുന്ന സ്നേഹം നമുക്ക് ബലവും ചൂടും നൽകുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ പുത്രനെ വഹിക്കുവാനുള്ള ദൗത്യം മറിയത്തിന് ലഭിച്ചപ്പോൾ അവളുടെ ആ സമ്മതം വഴി ഈ തിരുക്കുടുംബത്തിന്റെ അടിത്തറയാണ് പാകപ്പെട്ടത്. മറിയം ദൈവകൃപയുടെ പാത്രം, സ്വർഗത്തിന്റെ ഗീതം ഭൂമിയിൽ പാടിയവൻ. യേശുവിന്റെ ജനനം അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായമായിരുന്നു. ദൈവത്തിന്റെ അമ്മയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ ഭയവും അനിശ്ചിതത്വവും ജീവിതത്തിൽ നിറഞ്ഞു നിന്നുവെങ്കിലും വിശ്വാസത്തിന്റെ കൈവിളക്കുമായി അവൾ മുൻപോട്ട് പോയി. ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവളുടെ ജീവിതം തന്നെ ഇല്ലാതായി തീർന്നേനെ. പരസ്യ ജീവിതകാലത്ത് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന ആ വ്യഭിചാരിണിയായ സ്ത്രീയിലും ഒരു പക്ഷേ ഈശോ തൻ്റെ അമ്മയുടെ മുഖം ദർശിച്ചിരിക്കാം. തൻ്റെ വളർത്തുപിതാവ് തൻ്റെ അമ്മയെ ഭാര്യയെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ തൻ്റെ അമ്മയും ഇതുപോലെ കല്ലെറിയപ്പെട്ട് മരിക്കുവാൻ വിധിക്കപ്പെട്ടേനെ. പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന ഒറ്റ ചോദ്യം വഴി ഈശോ അവളുടെ ജീവിതത്തിൽ രക്ഷകനായി അവതരിക്കുന്നു. ഇവിടെയാണ് ക്രിസ്തു താൻ ദൈവമായിരുന്നിട്ടും തൻ്റെ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച മൂല്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ജോസഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വപ്ന ദർശനങ്ങളിലൂടെ അവൻ ദൈവഹിതം ഗ്രഹിച്ചു. ജോസഫിന്റെ ജീവിതം നിശബ്ദ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി നിലകൊള്ളുന്നു. ദൈവത്തിന്റെ പുത്രനെ വളർത്തുവാനുള്ള ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹം ഏറ്റവും പവിത്രമായ കടമയായി മാറുന്നു. തിരുക്കുടുംബവുമായി ജോസഫിന് രക്തബന്ധമില്ല, മറിച്ച് കർമ്മബന്ധം മാത്രമേ ഉള്ളൂ. എന്നാൽ രക്തബന്ധങ്ങളെക്കാൾ പവിത്രമായത് കർമ്മബന്ധമാണെന്ന് ജോസഫിന്റെ ജീവിതം നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നു. മാനുഷികമായ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ മറിയം ജോസഫിനോട് ചെയ്തത് ഒരർത്ഥത്തിൽ വിശ്വാസവഞ്ചനയായിരുന്നുവെന്ന് നമുക്ക് പറയാം. അവർ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കെയാണ് മറിയം ഗർഭം ധരിക്കുന്നത്. എന്നാൽ ദൈവഹിതം മനസ്സിലാക്കിയ ജോസഫ് മറിയത്തെ പൂർണ്ണമായി സ്നേഹിക്കുകയും അവളെ തന്റെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. 3 വർഷക്കാലം തന്നോടൊപ്പം നടന്ന് തന്റെ സന്തത സഹചാരിയായിരുന്ന യൂദാസ് ദൈവഹിത പ്രകാരമായിരുന്നുവെങ്കിൽ പോലും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ, അവനോട് വിശ്വാസ വഞ്ചന കാണിച്ചപ്പോൾ സ്നേഹിത എന്ന് തിരികെ വിളിച്ചുകൊണ്ട് അവനെ പുണരുവാൻ ക്രിസ്തുവിന് സാധിച്ചുവെങ്കിൽ അത് തൻ്റെ കുടുംബത്തിൽ നിന്നും ക്രിസ്തു സ്വാംശീകരിച്ച മൂല്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബമായിരുന്നുവെങ്കിലും തിരുക്കുടുംബത്തിൽ പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഈജിപ്തിലേക്കുള്ള രക്ഷാപാലായനത്തിൽ ഭീഷണിയും വേർപെടുത്തലും നേരിട്ടുവെങ്കിലും
അവരുടെ കുടുംബ ബന്ധം സുസ്ഥിരമായിരുന്നു. കാരണം സ്നേഹമായിരുന്നു അവരുടെ കുടുംബത്തിന്റെ അടിസ്ഥാനം. ഒപ്പം പരസ്പര ബഹുമാനവും ഐക്യവും പങ്കുവെക്കലുമായിരുന്നു അവരുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരുന്നത്. തിരുക്കുടുംബം നമുക്കേവർക്കും മാതൃകയാണ്. നാം ഓരോരുത്തരുടെയും കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളായി മാറുവാൻ നമുക്ക് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ അതിനായി ദൈവപുത്രനായ മിശിഹ നമ്മുടെ കുടുംബങ്ങളിലും ജനിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ സ്നേഹവും കരുതലും നമ്മുടെ ജീവിതങ്ങളിൽ വളരേണ്ടിയിരിക്കുന്നു. അതിനായി ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.